സോ ഇന്ന് മാജിക് ഡേ 7 ആണ്. മാജിക് വേ ഓഫ് ഗെറ്റിംഗ് ഔട്ട് ഓഫ് നെഗറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എനർജീസും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇലുമിനാറ്റി എന്ന് വന്നാൽ എലിമിനേറ്റ് ചെയ്യും നമ്മളുടെ ലൈഫിൽ. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ചിന്തിക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അസുഖം വന്നു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ നടന്നു പോകുമ്പോൾ കാലം എന്തോ തട്ടി ചെറുതായിട്ട് ബ്ലഡ് വന്നു. അപ്പോൾ നമ്മൾ അവിടെ എന്താ താങ്ക് യു പറയുക, യൂണിവേഴ്സ് താങ്ക് യു, മുറിവല്ലേ വന്നു, കാലം ഒടിഞ്ഞില്ലല്ലോ. ഇനി നമുക്ക് പനി വന്നു വിചാരിക്കുക, പക്ഷെ നമ്മൾ ചിന്തിക്കുക ബെഡ് റിട്ടേണായിട്ട് ഡോക്ടറെ കാണിച്ചില്ല, തന്നെ 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നോർമലായി. സോ അവിടെ നമ്മൾ താങ്ക് യു പറയുക, താങ്ക്ഫുൾ ആവേണ്ടത്. ഓക്കെ, വലിയ രീതിയിലുള്ള അസുഖങ്ങളൊന്നും വന്നില്ലല്ലോ. എത്ര പേര് ക്യാൻസർ വരുന്നു, അല്ലെങ്കിൽ പല ഇഷ്യൂ ആയിട്ട് ക്യാൻസർ പല ഇഷ്യൂ ആയിട്ട് ജീവിക്കുന്നു. അതില്ല, ജസ്റ്റ് ഒരു പനിയിൽ. അങ്ങനെ ഓരോ കാര്യത്തിലും ഇത്രയല്ലേ വന്നുള്ളൂ, നന്ദി പറയാം. അങ്ങനെ നിങ്ങൾ ഓരോ സിറ്റുവേഷൻസിനും കാണാൻ ശ്രമിക്കുക. പല നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും ലൈഫിൽ. ഇനിയിപ്പോൾ ചിലവർ ഒരു കാര്യമുണ്ട്, എനിക്ക് കൂടുതലും ക്ലയൻറ്റ്സ് വരുമ്പോൾ പറയാറുണ്ട്, ചേച്ചി എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്നറിയോ, നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു സ്പിരിച്വൽ അല്ലെങ്കിൽ കുറച്ച് ഹീൽ ചെയ്ത് നിങ്ങളുടെ എനർജി ഹൈ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ എനർജിക്ക് മാച്ചായതല്ല നിങ്ങൾ ചെയ്യുന്ന ജോലി. അതുകൊണ്ടാണ് ആ ജോലിയോടെ പോകുന്നത്. ബിക്കോസ് നിങ്ങളുടെ എനർജിക്ക് മാച്ചായിട്ടുള്ള ആ ഒരു പ്രൊഫഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ജോലി പോകുന്നത്. അപ്പോൾ പോകുമ്പോഴാണ് നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുക, വേറെ ജോലികൾക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു പ്രൊഫഷൻ നിങ്ങളെ ചൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എനർജി ഇൻക്രീസ് ആവുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് ജോലി പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവിടെ കൂടുതലും വെറി ടെൻഷനും അല്ല കൊടുക്കേണ്ടത്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥലത്ത് എല്ലാവരോടും താങ്ക് യു പറയാം. നിങ്ങൾക്ക് കുറേ കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയും പോലും ഉണ്ടാവില്ല അവരെ കുറിച്ചിട്ട്, എന്നാലും വന്നവരെല്ലാവരോടും താങ്ക് യു പറയുക. എല്ലാവർക്കും ഞാൻ എൻ്റെ സർവീസ് നല്ല രീതിയിലല്ലേ ചെയ്തത് എന്ന രീതിയിൽ ചിന്തിക്കുക. കാരണം ഇന്നലെ നമ്മൾ ചെയ്ത പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കൊളീഗ്സ് എല്ലാവർക്കും നന്ദി പറയുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ പ്രൊഫഷൻ നല്ല രീതിയിൽ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ റോൾ എന്താണ്? ശരിക്കും നമ്മുടെ ലൈഫ് എന്നൊരു ഡ്രാമയാണ്. അപ്പോൾ ഈ ഡ്രാമയിൽ ഓരോരുത്തർക്കും ഒരു റോള് തന്നു വെക്കുകയാണ്. അതാണ് ചില ഡോക്ടറായിട്ടുള്ള റോളായിരിക്കും, അവർക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിരിക്കും. അഡ്വക്കേറ്റ്സ് ആണെങ്കിൽ കോർട്ട് കേസസ് വാദിച്ച് അവർ ജയിപ്പിക്കാനും അല്ലെങ്കിൽ തോൽപ്പിക്കുക, അങ്ങനെ അതായിരിക്കും. പലവർക്കും പല റോൾ. അത് ശരിക്കും നമ്മൾ കാണുന്നത് ഷേക്സ്പിയർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലൈഫ് ഈസ് ലൈക്ക് എ ഡ്രാമ, വി ഓൾ ആർ പ്ലേയേഴ്സ്. ജീവിതം ഒരു നാടകമാണ്, നമ്മൾ അതിലത്തെ ഓരോ പ്ലേയേഴ്സാണ്, കളിക്കാരാണ്. ആ ഒരു കളി എൻജോയ് ചെയ്യുക വേണ്ട, മീൻസ് അത് ആ ഒരു ഇതിൽ കാണണ്ടോ, ഒന്നും പേഴ്സണലി എടുക്കാണ്ട്. ഇപ്പം നമ്മുടെ ലൈഫിൽ പലവരും നമ്മൾ ചീത്ത പറയാനും വെറുതെ കളിയാക്കാനും വരുന്നുണ്ടെങ്കിൽ അവർക്ക് സൃഷ്ടിച്ചേക്കുന്നത് അങ്ങനെ മറ്റുള്ളവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് അവരുടെ റോളാണ്. അവരുടെ റോൾ അവർ നല്ല രീതിയിൽ പ്ലേ ചെയ്യുന്നു. നമ്മളുടെ റോള് മനസ്സിലാക്കിയിട്ട് പ്ലേ ചെയ്യുക. അവരതറിയാത്ത അവർ ആ റോള് പ്ലേ ചെയ്യുകയാണ്. ഇൻഡയറക്റ്റായിട്ട് അവർ നമുക്ക് ട്രിഗറിങ് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷൻസ് വെച്ച് നമ്മൾക്ക് ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ള എനർജീസ് സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, നെഗറ്റീവായിട്ട് നിങ്ങളെ കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് തൊട്ടിട്ട് പല യൂട്യൂബ് ചാനലിലും ഓരോരുത്തർ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ, എത്ര നല്ല പ്രവൃത്തി ചെയ്താലും അതിൻ്റെ താഴെ 1-2 പേരുടെ വക നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് ആ നല്ലതിന് ഉൾക്കൊള്ളാൻ അറിയില്ല. അവർ വളർന്നു വന്ന സാഹചര്യം ചിലപ്പോൾ അത്രയും മോശപ്പെട്ട സാഹചര്യവും അവരെ കുറ്റപ്പെടുന്ന സാഹചര്യവും അവർക്ക് സപ്പോർട്ട് കിട്ടാത്ത സാഹചര്യമായിരിക്കും. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അവരെ സോളിനത് ഇറിറ്റേറ്റ് ആവുകയാണ്. അവർക്ക് നല്ലത് പറയാനോ നല്ല രീതിയിൽ കാണാനോ ശ്രമിക്കില്ല. നമ്മളൊരു കോട്ട് കേട്ടിട്ടുണ്ട്, നമ്മളൊരു കാര്യം ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് ആ കാര്യം മനസ്സിലാക്കുന്നതും അതിനെ നോക്കിക്കാണുന്നതും. വളരെ നെഗറ്റീവായിട്ടുള്ള വളരെ ഈഗോ ആയിട്ടുള്ള ഒരു പേഴ്സണോട് പറയുകയാണ്. ഇപ്പോൾ എൻ്റെ ലൈഫിൽ നിന്ന് പറയും, ഇപ്പോൾ ടാരോ റീഡിങ്ങിൽ വരുമ്പോൾ ചിലവർ പറയും, ചേച്ചി ഇത്ര എമൗണ്ട്, ഞാൻ വേറെ ടാരോ റീഡിങ്ങിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്, അവർ വളരെ കുറവ് എമൗണ്ടിലാണ് ചെയ്യുന്നത് എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ശരി, അപ്പോൾ നിങ്ങൾക്ക് അതാണ് താല്പര്യമെങ്കിൽ അവർ പൊക്കോളൂ. കാരണം അവർ ടാരോ റീഡിങ്ങിൻ്റെ ആൾക്കാരെ നോക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. അവർ ടാരോ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഹീൽ ചെയ്ത് അത്യാവശ്യം സെൽഫ് വർക്ക് ചെയ്തിട്ടാണ്, ഞാനവിടെ ഹീലിംഗ് ചെയ്തിട്ടാണ്
ടാരോ റീഡ് ചെയ്ത് അവർക്ക് ഗൈഡൻസസ് കൊടുക്കുന്നത്. ഈ മറ്റു ചെയ്യുന്ന ആൾക്കാർ സെൽഫ് വർക്കും ചെയ്യുന്നുണ്ടാവില്ല, ചുമ്മാ ബിസിനസ് പരമായിട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മുടെ കണ്ടൻസ് കൊണ്ടുപോയിട്ട് അവരുടെ ചാനലിൽ ഇട്ടിട്ട് കൂടുതൽ വ്യൂസ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിവിടെ എമൗണ്ട് വാങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ അക്യുറേറ്റ് ആയിട്ടുള്ള 100% കൊടുക്കുന്നത്. അപ്പോൾ അവിടെ നെഗറ്റീവായിട്ട് അതുകൊണ്ട് എന്തുകൊണ്ടാണ് അവർ ഈഗോ. അപ്പോൾ ഞാനൊരു ഇതിൽ പറഞ്ഞു, അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് അത്രയും സന്തോഷം. ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല, കാരണം ഇവിടെ ഒരു 10-15 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ സമയം ഞാനിവിടെ ഇതിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ എനർജി വളരെ ഈഗോ ലെവലിലാണ് ആ ഒരു പേഴ്സൺ വന്നത്. അപ്പോൾ എൻ്റെ എനർജിയിലേക്ക് അത് ബാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരിക്കലും സാധിക്കില്ല, വേണമെങ്കിൽ എമൗണ്ട് ഞാൻ കുറച്ച് തരാം. ഞാൻ ചോദിക്കും, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണോ അല്ലെങ്കിൽ ഇതാണോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഓരോരുത്തർ വരുന്ന എനർജി എങ്ങനെയാണ്. മെയിൻലി ഈ ഒരു ഞാൻ ഹീലിങ്ങിൻ്റെ കാര്യം പഠിച്ചപ്പോഴാണ് എനർജി ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് പേഴ്സണലായിട്ടുള്ള കോളിങ്സും കാര്യങ്ങളും എടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീൽ ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണ് പല രീതിയിൽ ഹീലിങ്ങിൻ്റെ ജേണീനെ ഇളക്കാൻ ഇങ്ങനെ എനർജി വരുമ്പോൾ അത് നമുക്ക് ഷേക്കപ്പ് നമ്മുടെ ലൈഫിലും അങ്ങനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും. വെച്ചാൽ ഈഗോ ലെവലിലുള്ള പേഴ്സൺസ് വരുമ്പോൾ അവർക്ക് ഇനി നമ്മൾ റീഡ് ചെയ്ത് കൊടുത്തു, അവർക്കതിൽ ഫുൾ ഡൗട്ടായിരിക്കും. അങ്ങനെ അവർ കമ്പയർ ചെയ്യാണ്. അവർക്ക് കിട്ടിയ ഗൈഡൻസസ് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസസ് ആണ് അവർ വായിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. കാരണം അവർ ഈഗോ ലെവലിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനർജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് വരുന്ന സിറ്റുവേഷന് അപ്പോൾ ഞാൻ അവിടെ എന്താ ചെയ്യുക, അവർക്ക് ഞാൻ പറയും മനസ്സിൽ യൂണിവേഴ്സ് അവർക്ക് നല്ല സോളിന് വിസ്റ്റംസ് കൊടുക്കട്ടെ, അതേ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ചിലവർ നെഗറ്റീവായിട്ട് പറഞ്ഞിട്ട് മേ ബി അവർ എനിക്കറിയില്ല അങ്ങനെ പോകുന്നവർ, അങ്ങനെ 2 പ്രാവശ്യം എനിക്കൊരു എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അവർ ഒട്ടും പാകമായിട്ടില്ല, അവർക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡും ഇല്ല, താങ്ക് യു ഇല്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ റെസ്പെക്റ്റിലാണ് ഇത് എനിക്ക് റീഡ് ചെയ്ത് തരും, എനിക്ക് ഇത്ര രൂപ ചെയ്യാൻ ഇങ്ങനെയാണ് ഭയങ്കര അങ്ങനെ. അപ്പോൾ നമുക്കൊരു എനർജി എന്ന് മനസ്സിലാവും. നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ആരും ആയിക്കോട്ടെ, നിങ്ങളെക്കാളും ചെറിയ ആളായിക്കോട്ടെ വലിയ ആളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, എല്ലാവരും ഈക്വലാണ് എനർജി ലെവലിൽ അല്ലേ. ഒരു സോഴ്സിൽ നിന്ന് വന്ന എല്ലാവരും ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക, എല്ലാവരുടെ എനർജി റെസ്പെക്റ്റ് ചെയ്യുക, താങ്ക് യു പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും കാണിക്കുക. എല്ലാത്തിനും നന്ദി, നല്ലൊരു ഭാഗം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. സോ ഇന്ന് മാജിക്കൽ നെഗറ്റിവിറ്റി റിമൂവ് ചെയ്യുന്നൊരു മാജിക് പ്രാക്ടീസാണ്. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ നിങ്ങളെ ബ്ലെസ്സിങ്സ്, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് എഴുതുന്നില്ലേ, എഴുതുക. അതുകൂടെ മാജിക് റോക്ക് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് താങ്ക് യു പറയാം. എൻ്റെ ഓറയിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എനർജീസ് ഉണ്ടെങ്കിൽ ആരാണോ അത് സെൻഡ് ചെയ്ത ആൾ അവരിലേക്ക് തിരിച്ചു പോട്ടെ എന്ന് പറഞ്ഞിട്ട് എനർജി റിലീസ് ചെയ്ത് കളയാം. ഇല്ലെങ്കിൽ യൂണിവേഴ്സിലേക്ക് നിങ്ങൾക്ക് എനർജി റിലീസ് ചെയ്ത് കളയാം. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ കൂടുതലാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, യൂട്യൂബ് ചാനലിൽ പോലും നെഗറ്റീവായിട്ട് പറയുമ്പോൾ അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ആ ഒരാൾ കമൻറ്റ് കിട്ടും, അവർ 10,000 പേര് ആ കമൻറ്റ് വായിച്ചു പോകുമ്പോൾ ശരിക്കും ആ ഒരു എനർജി അവർക്കാണ് തിരിച്ചു വരുന്നത്. അതുപോലെ കാണുന്ന ആൾക്കാർ, വായിക്കുന്ന ആൾക്കാർക്ക് ഒരു അഫോർമേഷൻ പോലെ ആയില്ല. അതാണ് പറയുന്നത്, നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം അഫോർമേഷനിൽ പറയാം, നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ പണ്ടൊക്കെ ഡയറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒരു 2-3 കിലോസൊക്കെ കുറയും, പിന്നെ അങ്ങോട്ട് കുറയില്ല, സ്റ്റക്കായി നിൽക്കും. എന്തുകൊണ്ടാണ്, നമ്മളപ്പോൾ ഭയങ്കര കോൺഷ്യസ്നെസ്സിലാവും. കാരണം ഞാൻ ഇത് കഴിച്ച് തടിക്കുമോ, എൻ്റെ ഫോർമേഷൻ ഞാൻ പറയുന്നത് തടിക്കുമോ എന്നാണ്. അന്ന് ഈ സീക്രട്ട് അത്ര അറിയണ്ടായിരുന്നില്ല പണ്ട്. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ ഞാൻ പറയാം, ഇപ്പോൾ യോഗയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇപ്പോഴത്തെ ഹീലിങ്ങിൽ വളരെ നോ തോട്ടിലാണ്. അപ്പോൾ ആ ഒരു തോട്ട് സ്റ്റേറ്റ് അല്ലെങ്കിൽ അഫോർമേഷനിൽ പറയും, ഞാൻ എത്ര kgയിലാണ് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 49 എൻ്റെ ഒരു kg എൻ്റെ നോർമൽ. ഞാൻ എൻ്റെ 49 kgയിലെത്തിയിട്ട് ഒരുപാട് നന്ദി, താങ്ക് യു യൂണിവേഴ്സ്. ഈ അഫോർമേഷൻ ഞാൻ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ തടി പറഞ്ഞല്ലോ, നീ എക്സസൈസ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയോ, ഡയറ്റ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയോ? ഇല്ല, ഞാൻ ഈ അഫോർമേഷനാണ് പറയുന്നത്. ഞാൻ 5 കിലോ കുറഞ്ഞു ഓട്ടോമാറ്റിക്കലി. ഇനിയൊരു 3-4 കിലോ കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്ത സീക്രട്ട് എന്താണ്, ലോ ഓഫ് അട്രാക്ഷൻ. അതാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ സീക്രട്ട് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ലൈഫിൽ എന്തും ഈസി ആയിട്ട് നേടാൻ സാധിക്കും. മണിയാണെങ്കിലൊക്കെ അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനുവേണ്ടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത്, ചിലവർ പറഞ്ഞേക്കാം നല്ല പൈസ ഉണ്ടാക്കണം, കുറേ അധ്വാനിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ എനർജി ഹൈ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്ത് വരും.
ഇതിപ്പോൾ എങ്ങനെയാണ് പറയുക, നമ്മുടെ എനർജറ്റിക് ഫീൽഡ് പോകണം കണ്ടിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ ഫിസിക്സൊക്കെ പഠിക്കുമ്പോൾ കാണാം അതിൻ്റെ എനർജി ഫീൽഡ് ഇങ്ങനെ പോകുന്ന പോലെ. നമ്മുടെ വൈബ്രേഷൻ ഹൈ ആകുമ്പോൾ നമുക്ക് കൂടുതൽ എനർജി ഫീൽഡ് നമ്മളിലേക്ക് വരിക ചെയ്യാം. ഫ്രീക്വൻസി കൂടുമ്പോൾ ലോ എനർജി ആണെങ്കിൽ ലോ ആയിട്ടുള്ള എനർജിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വരിക. അതാണ് ഡിഫറൻസസ്. അപ്പോൾ എനിക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്രീ ആയിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, പോസ്റ്റ് ചെയ്യണം അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഓരോരുത്തർക്കും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി. ബിക്കോസ് സ്പിരിച്വൽ അവേക്കിംഗ് നല്ല രീതിയിൽ നടക്കുന്ന സമയമാണ്. അതാണ് ഇവിടെ ഭൂകമ്പങ്ങളും ഓരോ ഡിസാസ്റ്റർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒക്കെയാണ് ഇപ്പോൾ എർത്ത് ഉണ്ടായി നമ്മുടെ ഇവിടെ ജപ്പാനിൽ സുനാമി വാർണിംഗ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊക്കെ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജസാണ്. എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ നല്ല വൈബ്രേഷനിലിരിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് യൂണിവേഴ്സിൽ ബ്ലെസ്സിങ്സ് കിട്ടും. അതിൽ പോകേണ്ടവരാണ് നമ്മൾ പോവും, നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. മനസ്സിലായോ? അപ്പോൾ എല്ലാം വൈബ്രേഷനാണ്. ഭൂമിയുടെ എനർജിക്ക് ആ ഒരു വൈബ്രേഷനിൽ മാറ്റം വന്നാലാണ് ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാവരും പ്രകൃതിയോട് നന്ദി പറയുക, നിങ്ങൾ ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്യുക. കിട്ടുന്ന സമയം താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. നിങ്ങൾക്ക് നോക്കിക്കോ, നിങ്ങളിത് നല്ല രീതിയിൽ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ എന്നെ എനിക്ക് മെസ്സേജ് അയക്കും, ചേച്ചി എനിക്ക് ആഗ്രഹിച്ച പോലെ ജോലി കിട്ടി, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിച്ച പോലെ ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വന്നു, മാരേജ് അല്ലെങ്കിൽ റീയൂണിയൻ നടന്നു, വാട്ടവർ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് നടക്കും. ട്രസ്റ്റ് മീ. പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഈസി ആയിട്ട് അബണ്ടൻസും എല്ലാതും ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് പോകും. നിങ്ങളൊന്നിലേക്ക് പോകേണ്ടി വരും. നിങ്ങളുടെ എനർജി കീപ്പ് ചെയ്ത് പോവുക. ഹൈ വൈബ്രേഷനിൽ ഇരിക്കാൻ ശ്രമിക്കുക. പല രീതിയിലും നിങ്ങൾ ഈ മായാലോകത്ത് പെടാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ജീവിക്കുന്ന എർത്ത് ബൗണ്ടായിട്ടാണ്, 3Dയിലാണ്. അപ്പോൾ പല സമയത്ത് നമ്മുടെ മനസ്സ് ചാഞ്ചല്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളിപ്പോൾ വെജിറ്റേറിയൻ ആയെന്ന് വിചാരിക്കുക, ചില സമയത്ത് നമുക്ക് നോൺ ഫുഡ് കാണുമ്പോൾ ഒരു മനസ്സ് ഒന്ന് വേണോ കഴിക്കണോ എന്നൊക്കെ തോന്നും. കാരണം 3Dയിൽ അങ്ങനെ ഭയങ്കര അട്രാക്ഷനാണ് ഇങ്ങനത്തെ എല്ലാത്തിനെയും. മായ വേൾഡാണ്. മായ വേൾഡിൽ നിന്ന് എപ്പോഴാണ് നിങ്ങളെ പൊട്ടിച്ച് നിങ്ങൾ ഹൈ വൈബ്രേഷനിൽ 5Dയിലേക്ക് എത്തുന്നത്, യു വിൻ എന്ന് പറയാം, യു വോൺ എന്ന് പറയാം. കാരണം നിങ്ങളോട് ജയിച്ചു. എനർജീനെ ടാക്കിൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്മുടെ ഈ സ്റ്റാറുകളൊക്കെ മമ്മൂട്ടി, മോഹൻലാൽ ഇവരൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ്. എപ്പോഴും പറയാറ് മമ്മൂട്ടിയുടെ വണ്ടിയുടെ നമ്പർ 369 ആണ്. 369 നമ്മുടെ സ്ഥിതി സംഹാരം, പിന്നെ ഒന്നുകൂടി ഉണ്ടല്ലോ, ആ 3 എണ്ണമാണ്. ലൈക്ക് വിഷ്ണു, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ. അതുപോലെ ടെസ്ല കോഡും കൂടിയാണ്. ആ നമ്പറിന് ഭയങ്കര 9 എന്നൊക്കെ പറഞ്ഞാൽ മണി, വെൽത്ത് അട്രാക്റ്റ് ചെയ്യുന്നൊരു ഇതാണ്. മൈൻഡ്, ബോഡി, സോളൊക്കെ കറക്റ്റ് ചെയ്യുന്നത് എന്താ പറയുക, മോഹൻലാലൊക്കെ നല്ല രീതിയിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു പേഴ്സണാണ്. കുറേ ജേർണൽസൊക്കെ ഞാൻ ആളുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഞാനൊരു വീഡിയോ ഒരു 1 ഇയർ മുന്നേ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനത് എനിക്കത് ഇങ്ങനെ വന്നു, എങ്ങനെയാണെന്നറിയില്ല. ഞാൻ അത് വായിച്ചു. ഇപ്പോൾ കറക്റ്റ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ആ ഒരു വേർഡ്സുകളൊക്കെയാണ് ആൾ ലൈഫിൽ അട്രാക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷെ അവരങ്ങനെ പുറത്ത് സ്പിരിച്വലാന്ന് പറയില്ല. ബിക്കോസ് അവർക്ക് ആർക്കും കാണിക്കാനതല്ല. അവരുടെ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഓരോ ഫിലിംസും കാര്യങ്ങളൊക്കെ അവരിലേക്ക് വരുന്നതും അവരെ അട്രാക്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ആകാൻ സാധിക്കും മില്യനർ ആവാൻ. അവരെ പണ്ട് എങ്ങനെയായിരുന്നു ഇപ്പോൾ എങ്ങനെയായിരുന്നു നോക്കുക. നമ്മളുടെ എനർജി നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള കാര്യത്തേക്ക് പോകാതിരിക്കുക. ഒരു അഡിക്ഷനിലും, ഈവൻ എന്താ പറയുക, ഫോൺ അഡിക്ഷൻ ആണെങ്കിലും അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്സുമായിട്ടുള്ള അഡിക്ഷൻ, അതൊക്കെ നിങ്ങളുടെ എനർജി കുറയ്ക്കും. റോട്ടൺ ആപ്പിൾ, ചീത്തയായുള്ള ആപ്പിൾ, എത്ര 10 നല്ല ആപ്പിളുണ്ട്, അതിൽ ഓരോ ചീത്തയായ ആപ്പിൾ മതി 10 എണ്ണത്തിനെ എഫക്റ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക. സോ നെഗറ്റീവായിട്ടുള്ള എനർജീസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരെയും തിരിച്ചു പോവുക. നിങ്ങൾക്ക് തോന്നുമല്ലോ നിങ്ങൾക്ക് ആരാണ് നെഗറ്റീവായിട്ട് ചെയ്തു വെച്ചതെന്നൊക്കെ, ബ്ലാക്ക് മാജിക് എനർജിയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പറയാം. ബുക്കിൽ എഴുതുക, യൂണിവേഴ്സ് ഇവർ എന്നോട് എപ്പോഴും നല്ല വൈബ്രേഷനാണ് എനിക്ക് സെൻഡ് ചെയ്തിരിക്കുന്നത്, ഒരുപാട് നന്ദി. യൂണിവേഴ്സ് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എനർജീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരികെ അയച്ച ആൾക്ക് തന്നെ തിരികെ പോകുന്നതിന് ഒരുപാട് നന്ദി പറയും. തിരിച്ചു തന്നെ അവരിലേക്ക് അത് പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിലേക്ക് സമർപ്പിക്കാം. നിങ്ങൾക്കത് ഗ്രാറ്റിറ്റ്യൂഡിൽ എഴുതിയിട്ട് നന്ദി പറയാം. എൻ്റെ ഓറ എപ്പോഴും ശുദ്ധമായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. എനിക്ക് ഓരോ ദിവസവും നല്ല വൈബ്രേഷനുള്ള കാര്യങ്ങൾ വീഡിയോ ആയിട്ടൊക്കെ എൻ്റെ മുമ്പിലേക്കും, ഹീലേഴ്സായിട്ടും ടീച്ചറായിട്ടും ഗുരുവായിട്ടൊക്കെ നല്ല ആൾക്കാർ എൻ്റെ മുമ്പിലേക്ക് വരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയാം. ഓക്കെ. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ താഴെ നമ്മുടെ
ട്വിൻ ഫ്ലെയിം ജേർണിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. ഇത് ജസ്റ്റ് കംപ്ലീറ്റ്ലി ഫോർ മാജിക് 28 ഡേ പ്രാക്ടീസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 7th ഡേ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല വൈബ്രേഷനിൽ ചെയ്യുക, നല്ല രീതിയിൽ ചേഞ്ചസ് വരും. ഓക്കെ, തൃപ്തിയോടെ ചെയ്യാം. എന്നും ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് നിങ്ങൾ എഴുതുക. അതുപോലെ മാജിക് റോക്ക് വെച്ച് നിങ്ങൾ അഫോമേഷൻസ് പറയുക. കൂടുതൽ മണി അഫോമേഷൻസ് ഞാൻ ചിന്തിക്കുന്നു, മണി അഫോമേഷൻസ് വേണ്ടി മാത്രം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, മണി അഫോമേഷൻ്റെ വീഡിയോ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഉണ്ടാക്കിയിടാം. കാരണം ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഇട്ടിട്ട് ഇത് കാണുന്നില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ അത് വെറുതെ ആവില്ലേ. ഞാൻ ഇടുന്ന വീഡിയോസ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിട്ട് വരണമെന്ന് എനിക്ക് വളരെ ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗൈഡഡ് മെഡിറ്റേഷൻ ആണെങ്കിലും അത് കുറച്ച് പേരൊക്കെ തന്നെ കാണുന്നുള്ളൂ. അപ്പോൾ വെറുതെ ഞാൻ ഇത്ര ടൈം സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് ആ ഒരു സമയം എനിക്ക് എൻ്റെ ലൈഫിൻ്റെ പല കാര്യങ്ങളിലേക്ക് എനിക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, എനർജി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൊല്ലാനും പറ്റില്ല, പുതിയത് ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം. നമുക്ക് എനർജി ട്രാൻസ്ഫോം ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ ഈ ഒരു ഡേ നന്നായിട്ട് യൂസ് ചെയ്ത് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ സോൾട്ട് ബാത്തൊക്കെ എടുത്ത് വീടൊക്കെ ക്ലെൻസൊക്കെ ചെയ്ത് നല്ല സ്മെല്ലുള്ള സാധനങ്ങളൊക്കെ കത്തിച്ച് വെച്ച് നന്നായി മെഡിറ്റേഷൻ ചെയ്യുക, ജേർണൽ ചെയ്ത് നെഗറ്റീവായിട്ട് എനർജീസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ തിരിച്ച് യൂണിവേഴ്സിലേക്ക് പോകാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ തിരിച്ച് ആ സെൻഡ് ചെയ്ത ആൾക്ക് തന്നെ സെൻറ്റർക്ക് തന്നെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. താങ്ക് യു പറയാം. യൂണിവേഴ്സ്, എനിക്ക് ഇത്ര തന്നെ സംഭവിച്ചുള്ളൂ, എന്ത് വന്നാലും ഇത്രയല്ലേ വന്നുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു 10 കൊല്ലമാണ് നഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കാം. ബ്രേക്കപ്പ് ആയിട്ട് 10 കൊല്ലത്തിന് ശേഷമാണ് ആ ഒരു പേഴ്സണ് കറക്റ്റ് ക്യാരക്ടർ മനസ്സിലായെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടത്? അയ്യോ എൻ്റെ 10 കൊല്ലം പോയി. അല്ല, യൂണിവേഴ്സ്, എൻ്റെ 10 കൊല്ലമല്ലേ പോയുള്ളൂ, ഇനിയും എൻ്റെ ലൈഫ് എത്ര നീന്തി കിടക്കുകയാണ്. ഈ ഒരു 10 കൊല്ലം എനിക്ക് കുറേ പാഠങ്ങളും ലൈഫ് എക്സ്പീരിയൻസ് പഠിപ്പിച്ചതിന് ആ ഒരു പേഴ്സൺ ഒരുപാട് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ ലൈഫിൽ വന്ന് എന്നെ പാഠങ്ങൾ പഠിപ്പിച്ച് പോയതിന് ഒരുപാട് നന്ദി. താങ്ക് യു യൂണിവേഴ്സ്. ഇങ്ങനെ വേണം നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പൈസ നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, പക്ഷേ നഷ്ടപ്പെടുന്നതല്ല, ആ ഒരു എമൗണ്ട് വേറൊരാൾക്ക് അവിടെ വിധിച്ചതായിരിക്കും. അത് നിങ്ങൾ നഷ്ടപ്പെട്ടാലല്ലേ ആ ഒരു പേഴ്സൺ എത്തുള്ളൂ. ചിലപ്പോൾ ഗോൾഡ് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, അത് വേറൊരാൾ എടുക്കുന്നുണ്ടായിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലേക്ക് പൈസ വന്നു, ആ ഒരു പൈസ എന്നിലേക്ക് വരാനുള്ളതായിരിക്കും. അത് അവരുടെ കയ്യിൽ നിന്ന് മിസ്സായാലല്ലേ എന്നിലേക്ക് വരുള്ളൂ. അപ്പോൾ എല്ലാം കണക്റ്റഡാണ്, ഇൻ്റർ കണക്റ്റഡാണ് എല്ലാം എനർജി വെച്ചിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു രീതിയിൽ കാണാൻ ശ്രമിക്കുക. ഓക്കെ, സോ താങ്ക് യു. വി വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. 8th ഡേ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.